ക്രിസ്തുമസ് സമ്മാനവുമായി എത്തുന്ന അച്ഛനെയും കാത്ത് മക്കൾ രാത്രി ഏറെ വൈകിയും ഉറങ്ങാതെ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ അപ്പോഴാണ് ഭാര്യ ലിജിയെ തേടി ആ ദുരന്ത വാർത്തയെത്തുന്നത്. ഇതോടെ ആ വീട് ഒരു കണ്ണീർ കടലായി മാറി. അച്ഛന്റെ അപകട വാർത്തയറിഞ്ഞ മക്കളായ ഏഞ്ചലും ആൻഡ്രിയയും തളർന്നു പോയിരുന്നു. എന്നാൽ എല്ലാം അസ്തമിച്ചുവെന്ന് കരുതിയിടത്തു നിന്നും ആ 3 ഡോക്ടർമാരിലൂടെ ലിനുവിന് പുതുജീവൻ ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു നാട്ടുകാരും ബന്ധുക്കളും എല്ലാം ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ വൈകിട്ടോടുകൂടി എല്ലാ പ്രതീക്ഷകളും അസ്ഥാനത്തായി. ബൈക്ക് യാത്ര എന്നാൽ ഹരമായിരുന്നു ലിനുവിന്. ബംഗളൂരുവിൽ ജോലി ചെയ്യുമ്പോഴും ദീർഘദൂര യാത്രകൾക്കും ബൈക്ക് തന്നെ തിരഞ്ഞെടുക്കുമായിരുന്നു ലിനു. ബംഗളൂരുവിലായിരുന്ന ലിനു 4.5 മാസം മുൻപാണ് കൊച്ചിയിലെ മൗസി ഫുഡ് എന്ന കമ്പനിയിൽ ജോലിക്ക് ചേരുന്നത്. അവിടെ നിന്നും മക്കൾക്കുള്ള ക്രിസ്തുമസ് സമ്മാനവും വാങ്ങി പത്തനാപുരത്തേക്ക് വരുമ്പോഴായിരുന്നു അപകടം. ലിനു സഞ്ചരിച്ചിരുന്ന ബൈക്ക് മറ്റൊരു ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ലിനുവിന്റെ മുഖം ആകെ തകർന്നിരുന്നു. ശ്വാസമെടുക്കാനാവാതെ ചോര വാർന്ന റോഡിൽ കിടന്ന ലിനു പെടയുമ്പോഴാണ് ആ വഴി കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോ തൊറാസിക് ആൻഡ് വാസ്കുലാർ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ബി മനൂപും കടവന്ത്ര ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലെ RMO ഡോക്ടർ തോമസ് പീറ്ററും ഭാര്യ ഡോക്ടർ ദിദിയയും 2 കാറുകളിലായി അതുവഴി പോകുന്നത്. അത്യാസന്ന നിലയിലായ ലിനുവിനെ കണ്ട ഡോക്ടർമാർ വഴിയരികിൽ വെച്ച് തന്നെ അടിയന്തര ശസ്ത്രക്രിയ നൽകുകയായിരുന്നു. നാട്ടുകാർ എത്തിച്ച ബ്ലേഡ് കൊണ്ട് ലിനുവിന്റെ കഴുത്തിൽ മുറിവുണ്ടാക്കി ശ്വാസനാളത്തിലേക്ക് ചെറിയ സ്ട്രോ കടത്തിയതോടെ ലിനു ശ്വാസമെടുക്കാൻ തുടങ്ങി. എന്നാൽ പേപ്പർ സ്ട്രോ ആയിരുന്നതിനാൽ അത് രക്തത്തിൽ കുതിരാൻ തുടങ്ങിയിരുന്നു. ഇതോടെ പേപ്പർ സ്ട്രോ മാറ്റി പ്ലാസ്റ്റിക് സ്ട്രോ ഇട്ടു. ശ്വാസതടസ്സം നീങ്ങിയപ്പോഴേക്കും അവിടേക്ക് ആംബുലൻസ് എത്തുകയും ചെയ്തു. തുടർന്ന് ഡോക്ടർ മനൂപും വിനുവിനൊപ്പം ആംബുലൻസിൽ കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. ആശുപത്രിയിൽ എത്തും വരെ ആംബുലൻസിൽ വെച്ച മനൂപ് സ്ട്രോയിലൂടെ ലിനുവിന് ശ്വാസം നൽകിക്കൊണ്ടിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഏതു നിമിഷവും മരിക്കാമെന്ന അവസ്ഥയിലായിരുന്നു ലിനു ഉണ്ടായിരുന്നത് എന്നാണ് ഡോക്ടർ മനൂപ് പറഞ്ഞത്. പിന്നീട് ചെറിയ ആശ്വാസം തോന്നിയിരുന്നു. തിങ്കളാഴ്ച രാവിലെയും പുരോഗതി ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ പിന്നീട് സ്ഥിതി ഗുരുതരാവസ്ഥയിലാവുകയായിരുന്നു. അവിടെ ചികിത്സയിൽ തുടരവെ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് മരണം സംഭവിക്കുന്നത്. കൊച്ചിയിലെ മൗസി ഫുഡ് കമ്പനിയിലെ റീജിയണൽ മാനേജറായിരുന്നു ലിനു. പത്തനാപുരം പുന്നല ഇഞ്ചൂർ ലിനേഷ് ഭവനിൽ ഡെന്നിസ് ജോസഫിന്റെയും മാണിയുടെയും മകനാണ്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 8:30 ലിനുവിന്റെ മരണത്തിനിടയാക്കിയ അപകടം സംഭവിക്കുന്നത്.